ക്ലാസ് 6 അടിസ്ഥാന പാഠാവലി ഓണം എക്സാം 2026 കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് 6 ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പരീക്ഷയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷിൻ്റെ ഒക്കെ പാറ്റേൺ മനസ്സിലാകാൻ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും അറിയാലോ, ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം ഉണ്ടാവും. അത് ആ പാസേജ് തന്നെ അതിന്റെ ഉത്തരം തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പാസേജ് നല്ലവണ്ണം, ഈ ഒരു പാരഗ്രാഫ് നല്ലവണ്ണം വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. അപ്പൊ അതിൻ്റെ ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ പാസേജ് വായിക്കുമ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പാസേജ് വായിച്ച് ഓരോ ചോദ്യങ്ങൾ വായിച്ചിട്ട് എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം 5 മാർക്കിൻ്റെതാണ്. ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ 5 മാർക്കായിരിക്കും. ആ 5 മാർക്ക് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടുന്ന ഒരു മാർക്കാണ്. അപ്പോൾ നിങ്ങൾ അത് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രവർത്തനത്തിലേക്ക് പോകാം. വായിക്കാം, എഴുതാം. സ്വപ്നത്തിലെ തത്ത. ഒരിടത്തൊരിടത്ത് വലിയൊരു നഗരത്തിൽ എഴുതാൻ ആഷ്ലി എന്നൊരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. വീട്ടിൽ അച്ഛനമ്മമാർ മലയാളം സംസാരിക്കുമെങ്കിലും അവർ സ്കൂളിലും കൂട്ടുകാരുമായും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഒരു ദിവസം രാത്രി ആഷ്ലി ഒരു സ്വപ്നം കണ്ടു. അവളുടെ വീടിന്റെ ജനലരികിൽ മനോഹരമായ ഒരു തത്തമ്മ വന്നിരുന്നു. പച്ച നിറമുള്ള ആ തത്തമ്മ അവളെ നോക്കി ചിരിച്ചു. ആഷ്ലി തത്തമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ തത്തമ്മയ്ക്ക് അവളുടെ ഭാഷ മനസ്സിലായില്ല. തത്തമ്മ എന്തൊക്കെയോ ചിറകുകൾ അനക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഷ്ലിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്ക് സങ്കടമായി. എനിക്ക് അവൾ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആഷ്ലി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തത്തമ്മയുടെ രൂപം മാറി. അതൊരു വൃദ്ധയായ സ്ത്രീയായി മാറി. അവർ സ്നേഹത്തോടെ ആഷ്ലിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ആ വൃദ്ധ പറഞ്ഞു, നിന്റെ മാതൃഭാഷ അറിയാത്തത് കൊണ്ട് എത്ര നല്ല കാര്യങ്ങളാണ് നിനക്ക് നഷ്ടമാകുന്നത് എന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ആഷ്ലിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് കാര്യങ്ങൾ? അവൾ ചോദിച്ചു. നിന്റെ മുത്തശ്ശി പറഞ്ഞു തരാൻ കൊതിച്ച കഥകൾ, നിന്റെ നാട്ടിലെ പാട്ടുകൾ, പഴമൊഴികൾ, നിന്റെ പൂർവികരുടെ ചരിത്രം, ഇതെല്ലാം നിനക്ക് നഷ്ടമാകുന്നു. ആഷ്ലിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ വൃദ്ധ പറഞ്ഞു. അത് നിന്നെ നിന്റെ പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ പുഴ വറ്റിയാൽ നിന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. ആഷ്ലി ഉറക്കമുണർന്നത് മാതൃഭാഷ പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ആയിരുന്നു. അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ്? ഇതിൽ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ആഷ്ലിയും വൃദ്ധയുമാണ്, ഒരു മുത്തശ്ശിയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആഷ്ലിയുടെ സവിശേഷത എന്തായിരുന്നു? മലയാളം നന്നായി സംസാരിക്കും, മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു, ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, വിവിധ ഭാഷകൾ അറിയാമായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എവിടെയുണ്ട്? ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. രണ്ടാമത്തെ സെന്റൻസിൽ തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. അപ്പൊ നമുക്ക് എന്തെഴുതാം? മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? തത്തമ്മ ഏത് രൂപത്തിലേക്കാണ് മാറിയത്? സുന്ദരിയായ യുവതി, കൊച്ചുകുട്ടി, വൃദ്ധയായ സ്ത്രീ, കരുത്തുള്ള യുവതി. എന്തായിട്ടാണ് മാറിയത്? അതും ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. വൃദ്ധയായ സ്ത്രീയായി മാറി. അപ്പൊ നമുക്ക് എന്തെഴുതാം? വൃദ്ധയായ സ്ത്രീ എന്നെഴുതാം. ഓക്കെ, 2 മാർക്ക് നമുക്ക് കിട്ടി.
ഇനി മൂന്നാമത്തേത്, മാതൃഭാഷയുടെ പ്രത്യേകതയായി കഥയെ സൂചിപ്പിക്കുന്ന എന്ത്? പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ. തത്തമ്മയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് മാതൃഭാഷ. സൗന്ദര്യമുള്ള ഭാഷയല്ല മാതൃഭാഷ. വേരുകൾ ഇല്ലാത്ത ഭാഷയാണ് മാതൃഭാഷ. ഇത് മൂന്നും തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി. എന്താണ്? പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ, നമ്മുടെ സ്വന്തം മലയാള ഭാഷ അല്ലെ. അത് നമ്മൾ ആ പാസേജിൽ, ആ പാരാഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് നിന്നെ പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ഒരു വാക്കിലുണ്ട്, ആ ഒരു സെന്റൻസിലുണ്ട്, ആ വരിയിലുണ്ട് നമ്മുടെ ആൻസർ. ഇനി അവസാനത്തെ ചോദ്യം, മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ പുഴ പറ്റിയാൽ നീ ഇല്ലാതാകും. പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? ഭാഷയും പുഴയും ഒന്നാണ്. പുഴയുടെ വലിപ്പം ഭാഷയ്ക്കില്ല. ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കും. പുഴയുടെ അടിയിലാണ് ഭാഷ. അപ്പൊ ശരിയായ അർത്ഥം എന്താണ്? ഈ പ്രസ്താവനയുടെ പൊരുൾ എന്താണ്? ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കും. ഓക്കെ, അപ്പൊ 4 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, അറിയാത്തവർ അതൊന്ന് നോക്കുക. ഇനി അടുത്തത് വിശകലന കുറിപ്പാണ്, അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ്. വിശകലന കുറിപ്പ്. മണ്ണിൽ വേർപ്പ് വിധിച്ചവർ തന്നീണമായി വന്നു, അന്നു പാടിയ പാട്ടിൽ ഊനാലാടി മലയാളം, കൊഞ്ചലും കുറിമൊഴിയും പോയി കഥകൾ പലതോതി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ONV കുറിപ്പിന്റെ വരികളാണിത്. ഇത് നമ്മുടെ മലയാള ഭാഷയെ കുറിച്ചുള്ള ഒരു കവിതാ ശകലമാണ്. 4 വരിയാണ്. ഓക്കെ, മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും മുളപ്പമണ്ണ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ പറയുന്നുണ്ട്. ONV കുറിപ്പിന്റെ മലയാളം എന്ന കവിതയിലെ വരികളിലെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ONV കുറിപ്പിന്റെ മലയാളം എന്ന കവിതയിൽ മലയാള ഭാഷയുടെ വളർച്ച മനോഹരമായി അവതരിപ്പിക്കുന്നു. പാട്ടുകളിലൂടെയും കൊഞ്ചലുകളിലൂടെയും കഥകളിലൂടെയും മലയാളം വളർന്നു. എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം ഭാഷയെ കൂടുതൽ സമ്പന്നമാക്കി. ജനജീവിതത്തോടും സാഹിത്യത്തോടും ചേർന്നാണ് മലയാളം വളർന്ന് മധുരവും ഭാവസമ്പത്തുമായ ഒരു ഭാഷയായി മാറിയത്. ഇനി അടുത്തത് അഭിപ്രായക്കുറിപ്പ്. മതിരിക്കുന്ന പച്ചക്കിളി നീൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയുമോൾ തേനുമീ മലയാളം. പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. പച്ചക്കിളി നീൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയുമോൾ തേനുമീ മലയാളം. പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഒളപ്പമണ്ണ പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ മലയാള ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. പച്ചക്കിളിയുടെ കൊക്കിൽ നിന്ന് വീഴുന്ന മലരും കനിയും തേനും പോലെയാണെന്ന് മലയാളത്തിന്റെ മാധുര്യമെന്ന് കവി പറയുന്നു. മലയാളത്തിലെ വാക്കുകൾക്ക് മധുരവും ഭാവവും അനുഭൂതിയും ഉണ്ട്. പ്രകൃതിയോടും മനുഷ്യ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ് മലയാളം. അതുകൊണ്ട് തന്നെ മലയാളം കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിൽ സ്നേഹവും സന്തോഷവും ഉണരുന്നു. മലയാളത്തിന്റെ ഈ മാധുര്യം എന്നും സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതിയോടും മനുഷ്യ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ് മലയാളം. അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിൽ സ്നേഹവും സന്തോഷവും ഉണരുന്നു. മലയാളത്തിന്റെ ഈ മാധുര്യം എന്നും സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ്. തെന്നാലി രാമന്റെ സ്വന്തം ഭാഷ എന്ന കഥ അയച്ചല്ലോ. ആ കഥ ഇഷ്ടമായതിന്റെ കാരണം വ്യക്തമാക്കി കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക. തെന്നാലി രാമന്റെ സ്വന്തം ഭാഷ എന്ന കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല ഭാഷകളിലും പ്രാവീണ്യമുള്ള വിദ്വാന്റെ മാതൃഭാഷ തെന്നാലി രാമൻ കണ്ടെത്തുന്ന രീതി രസകരമാണ്. മാതൃഭാഷയുടെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അറിവിനെ അനുഭൂതിയാക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ്. മാതൃഭാഷയിലൂടെയാണ് ഏറ്റവും നന്നായി ഭാവനം ചെയ്യാൻ കഴിയുന്നത്. മാതൃഭാഷ നിരന്തരം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. മാതൃഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് എഴുത്തിനാണ്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. 1ഉം 2ഉം ശരി, 3ഉം 4ഉം ശരി, 1ഉം 4ഉം ശരി, 2ഉം 3ഉം ശരി. അപ്പോൾ ഇതിൽ ശരിയായത് നമുക്ക് നോക്കാം. അറിവിനെ
അനുഭൂതിയാക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ്. അതേപോലെ രണ്ടാമത്തത്, മാതൃഭാഷയിലൂടെയാണ് ഏറ്റവും നന്നായി ഭാവന ചെയ്യാൻ കഴിയുന്നത്. ഒന്നും രണ്ടുമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ ചേർത്തിരിക്കുന്ന പദസമൂഹത്തിൽ ഉചിതമായത് കണ്ടെത്തുക. കവുങ്ങ്, പാക്ക്, പാള, ഊഞ്ഞാൽ. ഓണം, കോടി, പൂക്കളം, മാവേലി. ഗ്രാമം, നടവഴി, പാടം, നാട്ടുകാർ. വയൽ, ഞാറ്, കതിര്, പന്തുകളി. അപ്പോൾ ഇതിൽ ഉചിതമായത് കവുങ്ങ്, പാക്ക്, പാള, ഊഞ്ഞാല്. പിന്നെ ഓണം, കോടി, പൂക്കോളം, മാവേലി. അതാണ് ഉചിതമായത്. അപ്പോൾ എ 1, 2 ഉചിതം. ഓപ്ഷൻ എ ആണ് ശരിയായത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. പോസ്റ്റർ ഉണ്ടാക്കാൻ്റെ ചോദ്യം ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അതായത് ഒരു നിഘണ്ടു പ്രകാശനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ പ്രാദേശിക നിഘണ്ടു പ്രകാശനം, നമ്മുടെ നാടിൻ്റെ വാക്കുകൾ, നമ്മുടെ ഭാഷയുടെ സമ്പത്ത്. വിദ്യാലയ ഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ ശേഖരിച്ച പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകളുടെ നിഘണ്ടു പ്രകാശനം ചെയ്യുന്നു. പ്രകാശനം പരിസ്ഥിതി പ്രവർത്തക ശ്രീമതി ഇന്ദുലേഖ. തീയതി 2026 ഓഗസ്റ്റ് 20. സ്ഥലം വിദ്യാലയം, ഓഡിറ്റോറിയം. എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലഘു ഉപന്യാസമാണ്. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും ഭാഷയിൽ നിന്നാണ്. മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ഡോക്ടർ വത്സൻ വാതുശ്ശേരി തെങ്ങുമായി ബന്ധപ്പെട്ട പ്രാദേശിക പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവ ഉദാഹരിക്കുന്നുണ്ട്. ഇതുപോലെ പലതരം സസ്യങ്ങൾ, കൃഷി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കുകൾ പലതും ഇന്ന് നിലവിലില്ല. ഇവ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പം നമുക്ക് നോക്കാം. സസ്യങ്ങൾ, കൃഷി, ഭക്ഷണം, പക്ഷികൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രാദേശിക വാക്കുകൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൃഷിയുടെ കുറവ്, പ്രകൃതി നാശം, ജീവിത രീതിയിലെ മാറ്റം, പുതിയ വസ്തുക്കളുടെ ഉപയോഗം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. വാക്കുകൾ നഷ്ടപ്പെടുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട അറിവും നഷ്ടപ്പെടുന്നു. അതിനാൽ പ്രാദേശിക വാക്കുകൾ ശേഖരിച്ച് സംരക്ഷിക്കണം. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം നോക്കാം. ചിന്തിക്കാനും സ്വപ്നം കാണാനും നേരമ്പോക്ക് പറയാനും ചിരിക്കാനും കരയാനും നേരവും കള്ളവും പറയാനും നമുക്ക് മാതൃഭാഷ വേണം. ഈ പ്രസ്താവനയെ മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ പ്രധാന ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി മാതൃഭാഷ മനസ്സിൻ്റെ ഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം എഴുതുക. അപ്പോൾ രണ്ടെണ്ണം തന്നില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ മാതൃഭാഷ നമ്മുടെ മനസ്സിൻ്റെ ഭാഷയാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാഷയാണ്. ചിന്തിക്കാനും സ്വപ്നം കാണാനും സ്നേഹിക്കാനും ദുഃഖിക്കാനും സന്തോഷിക്കാനും നമുക്ക് മാതൃഭാഷ ആവശ്യമാണ്. മാതൃഭാഷയിലെ വാക്കുകൾക്ക് അർത്ഥത്തോടൊപ്പം വികാരവും അനുഭൂതിയും ഉണ്ട്. അറിവിൻ്റെ അനുഭൂതിയാക്കി മാറ്റാനും ഭാവന വളർത്താനും മാതൃഭാഷ സഹായിക്കുന്നു. അതിനാൽ മാതൃഭാഷയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. ഇനി അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ശ്രീകുമാരൻ എഴുതിയ വരികളാണ്. പണ്ടൊരു കടലും മലയും ചേർന്നു കുഞ്ഞൊരു നാടിനെ ലാളിച്ചു. കേരളം എന്ന് വിളിച്ചു, നീളെ തെങ്ങിൻ തണലും തന്നു. മധുരസ്നേഹമായൊരു ഭാഷ മലയാളത്തെ തന്നു. ഇന്നും നമ്മൾ അതാദ്യം കേൾക്കും, പിന്നീടെന്നും നമ്മൾ വാഴ്ത്തും. കേരം തിങ്ങും കേരളവും മലയാളം പേരൊരു മൊഴിയും. എത്ര മനോഹരം, എത്ര അനുഗ്രഹം, എല്ലാം തന്നതു പ്രകൃതി. കേരളത്തെ മനോഹരമായി വർണ്ണിക്കുന്ന കവിത വായിച്ചില്ലേ? കേരളത്തെയും മലയാളത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഇത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചോദ്യമല്ല, പുറത്തുനിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഒരു ആസ്വാദനക്കുറിപ്പൊക്കെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ നമ്മൾ ഈ വാക്കുകളെയൊക്കെ നമ്മൾ വേർതിരിച്ച് വായിക്കുക. ഇവിടെ നമ്മൾ സാധാരണ ഒരു പാഠം വായിക്കുന്ന പോലെ വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം പിടികിട്ടും. പണ്ടൊരു കടലും മലയും ചേർന്ന് കുഞ്ഞൊരു നാടിനെ ലാളിച്ചു. അപ്പോൾ പണ്ട് ഒരു കടലും മലയും ചേർന്ന് ചെറിയൊരു നാട് അല്ലേ, അതിനെ എന്ത് വിളിച്ചു? കേരളം എന്ന് വിളിച്ചു. നീളെ തെങ്ങിൻ തണലും തന്നു. നിരങ്ങനെ തെങ്ങ് പിടിപ്പിച്ചു, അതിലൂടെ തണലും തന്നു. പിന്നെന്താണ്? മധുരമനോഹരമായ ഭാഷയായ മലയാളത്തെയും തന്നു. ഇന്നും നമ്മൾ ആദ്യം കേൾക്കും, പിന്നീട് എന്നും നമ്മൾ വാഴ്ത്തും. കേരം തിങ്ങും കേരളവും. അപ്പം കേരളത്തെയും മലയാളത്തെയും നമ്മൾ ആദ്യം കേൾക്കും, പിന്നീട് നമ്മൾ വാഴ്ത്തും. എത്ര മനോഹരമായ അനുഗ്രഹങ്ങളാണ് പ്രകൃതി നമുക്ക് തന്നത്. ഇതാണ് ഈ കവിതയുടെ സാരാംശം.
ഇനി നമുക്ക് നോക്കാം. ശ്രീകുമാരന്റെ കവിതയിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും മലയാളത്തിന്റെ മാധുര്യവും മനോഹരമായി അവതരിപ്പിക്കുന്നു. കടലും മലയും ചേർന്ന് ലാളിച്ച കുഞ്ഞു നാടായാണ് കേരളത്തെ കവി ചിത്രീകരിക്കുന്നത്. തെങ്ങിൻ തണലും കേരം തിങ്ങിയ കേരളവും കവിതയ്ക്ക് മനോഹാരിത നൽകുന്നു. പ്രകൃതിയും മലയാളവും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണെന്നും അവയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്നും കവിത ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ രണ്ട് കാര്യങ്ങളും നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതിലൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മലയാള ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചു വെക്കണം. ഉപന്യാസവും അതേപോലെ തന്നെ വിശദീകരണക്കുറിപ്പും വിശകലനക്കുറിപ്പും ഒക്കെ മലയാള ഭാഷയെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇന്നലത്തെ ചോദ്യപേപ്പർ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. മലയാള ഭാഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ലഘു ഉപന്യാസം വന്നത് വായനയുടെ പ്രാധാന്യമാണ്. അതേപോലെ വായനാക്കുറിപ്പ് തന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കഥ വായിച്ച് അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കാൻ അതും പിന്നെ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് എന്താണ്? തെന്നാലി രാമന്റെ വായനക്കുറിപ്പ് എഴുതാനാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും വായനാക്കുറിപ്പ്, ഏതെങ്കിലും കഥയുടെ കുറിപ്പ് എഴുതാനും പിന്നെ മലയാളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളും എന്തായാലും നമ്മുടെ ചോദ്യപേപ്പറിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് വായിക്കാൻ എഴുതാം, ഇതിൽ ആരും മിസ്സാക്കരുത്. ഇതെന്തായാലും എല്ലാവർക്കും 4 മാർക്ക് എല്ലാവരും നേടിയിരിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.